അയക്കൂറയ്ക്ക് ചൂരയിലുണ്ടാവും അവിഹിത സന്തതി അതാണ് ഈ മീൻ കേരച്ചൂര എന്ന് പറയും. ഇത് നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ, ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. കാരണം അച്ചാറിടാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ മുള്ളിൻ്റെ പീസൊന്നും അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുക്കട്ടെ. അതിൽ എല്ലൊന്നും പെടാത്ത തരത്തിൽ മുള്ളൊന്നും പെടാത്ത തരത്തിൽ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഇതിൽ നല്ലോണം ചോരയൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം. പിന്നെ അതിനകത്ത് വേണ്ട ഭാഗങ്ങളും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം ചെയ്യുക. അപ്പോൾ മുള്ള് മാത്രം നമുക്ക് വേറിട്ട് കിട്ടുമല്ലോ. പിന്നെ ഇതിൽ ഇത്ര 2 മീൻ ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായില്ല. കാരണം മീനിൻ്റെ തലയും വാലും ഉള്ളത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ പിന്നെ ആകെ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പീസ് എന്ന് പറയുന്നത് അധികം ചെറുതാവാൻ പാടില്ല. കാരണം നമ്മളിത് വറുത്ത് വരുമ്പോൾ മീൻ ഒന്നും കൂടി ചുരുങ്ങുമല്ലോ. ഒരു മീഡിയം സൈസിൽ നമ്മളത് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏകദേശം പീസിൻ്റെ വലിപ്പമൊക്കെ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം മുറിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഫ്രഷ് മീനാണ് കേട്ടോ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നില്ല. ഇപ്പം കടലിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മളത് മുറിച്ചെടുക്കാൻ. എന്നാൽ അധികം വലിപ്പമാവാനും പാടില്ല, അധികം ചെറുതാവാനും പാടില്ല. അങ്ങനെ ഈ 2 മീനുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നല്ലോണം കഴുകിയ ശേഷം വെളിച്ചെണ്ണ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി നമ്മൾ സാധാ മീനിന് ചെയ്യുന്നത് പോലെ എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എണ്ണ സാധാരണ അച്ചാറിടാൻ വേണ്ടി പച്ചെണ്ണയൊക്കെ ആയിരിക്കില്ലേ എടുക്കുക, പച്ചെണ്ണ അല്ലെ നല്ലെണ്ണ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മസ്റ്റാർഡ് ഓയിലാണ്, നമ്മുടെ കടുകെണ്ണയാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ കടുകെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കടുകെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം വറുത്തതിന് ശേഷം സെയിം എണ്ണയിൽ തന്നെ, ഇനിയിപ്പോൾ എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം നീളത്തിൽ കീറി എടുത്തിട്ടാണ് നമ്മളത് ഈ എണ്ണയിലേക്ക് ഇടുന്നത്. ഇത് ഇവിടെ കിടന്ന് നല്ലോണം ഒന്ന് മൊരിയട്ടെ കേട്ടോ. നല്ലോണം മൊരിച്ചെടുക്കണം. ആ പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു ബ്രൗൺ കളറായി മാറണം. ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇടുന്നുണ്ട്, എന്നാലും പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴണ്ടി വരുന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ചേർക്കാനുണ്ട്. ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത്. ഇതൊക്കെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഈ ഒരു പരുവം കുറച്ചും കൂടി ആവാം. നമുക്കിതിൻ്റെ തൊട്ടടുത്ത പരുവത്തിൽ ഞാൻ ഇത് നിർത്തിയിട്ട് അതിനകത്ത് പൊടികൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ പാകത്തിനിടാം. പോരെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാൻ 2 സ്പൂണോളം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിടാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി അതിനകത്ത് ചേർക്കാം. ഉലുവാപ്പൊടി ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കായപ്പൊടി ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് അച്ചാർ പൊടിയോ നമ്മുടെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ യൂസിന് വേണ്ടി. ഇതൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് കഴിക്കാമല്ലോ. ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മസ്റ്റർഡ് ഓയിലൊക്കെയാണ് എടുക്കുന്നത്. മസ്റ്റർഡ് ഓയിലൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത് തന്നെയാണ് എൻ്റെ അറിവിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് നല്ലോണം വഴറ്റിയ ശേഷം ഞാൻ ഈ പറഞ്ഞ പൊടികളൊക്കെ ചേർക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. ശേഷം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച മീൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് മീനച്ചാർ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കായ ഇട്ടിട്ടുണ്ട്. രണ്ടാമത് ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നോക്കിയാണ്, പിന്നെ കായം വേണ്ടെന്നുള്ളപ്പോൾ ഞാനത് ഒഴിവാക്കി. രണ്ടാമത് ഇടാൻ നിന്നിട്ടില്ല. മീൻ വറുത്ത് വെച്ച മീനും ആ മസാല ഇല്ലേ, നമ്മൾ കറിവേപ്പില ആദ്യം തന്നെ വറുക്കുന്നതിനകത്ത് കുറച്ച് ഇട്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളെല്ലാം നല്ലോണം മിക്സായി എടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഫ്രഷ് സാധനമാണല്ലോ, കടയിൽ നിന്ന് നേരിട്ട് വന്ന് പിടിച്ചെടുക്കുന്ന സാധനം. ഞാൻ പറഞ്ഞല്ലോ, പിടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും ഒരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെയൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാത്രം കൂട്ടി ചോറുണ്ട് കേട്ടോ. എന്ന് കരുതി ഇത് കറി പോലെ കുളമ്പോലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അസുഖങ്ങൾ വരും. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ കുറേ എണ്ണ ഉണ്ടായപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തെളിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വറ്റാൻ വേണ്ടി. അപ്പം നമ്മുടെ അച്ചാർ ഇത്രയും കഴിഞ്ഞത് ഇത്ര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതെൻ്റെ എല്ലാ വീഡിയോയിലും വരുന്നുണ്ട്. അത് പറയുന്നതിലുള്ള പ്രത്യേകതയാണ്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചില്ല് കുപ്പി കഴുകി തുടച്ച് വൃത്തിയാക്കി അതിനകത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും പോയി ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ വേറൊരു വീഡിയോ കാണാം.